ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അച്ചസ് ഡിസൈൻ. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റിൻ്റെ കുർത്തി സെറ്റിൻ്റെ ഒരു നെക്ക് ഡിസൈനാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് കളറിലെ പേൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് കളറിലെ ബീഡ്സ് ആണ് കേട്ടോ നമുക്ക് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഷുഗർ ബീഡ്സ് വേണം, ഗോൾഡൻ കളറിലെ. അപ്പോൾ ഈ രണ്ട് ബീഡ്സ് മതി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് എൻ്റെ നെക്ക് പാറ്റേൺ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ വിഡ്ത്തും ലെങ്തും ഒക്കെ അനുസരിച്ച് നമ്മൾ മാർക്കിങ് കൊടുത്തിട്ട് അവിടുന്ന് ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ താഴേക്ക് അടയാളപ്പെടുത്തിയിട്ട് വീണ്ടും ആ നെക്കിൻ്റെ അതേ സെയിം അളവിൽ കൊണ്ടുവരിക, ഇതേപോലെ കൊണ്ടുവരിക. എന്നിട്ട് ആ സെൻറ്റർ പോർഷൻ രണ്ട് ഭാഗത്തു നിന്നും ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് താഴേക്ക് ഈ ഒരു ഐ ഷേപ്പിൽ നമ്മൾ ജസ്റ്റ് വരച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ഐ ഷേപ്പിൽ നമുക്ക് വന്നിട്ടുണ്ട്. അത് പ്ലെയിനായിട്ട് കിടക്കുകയാണ്. അത് മെറ്റീരിയലിൻ്റെ കളർ തന്നെയാണ് ഇവിടെ വരുന്നത്. ബാക്കിയുള്ള ഭാഗത്ത് ബീഡ്സ് വർക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അറ്റത്തായിട്ട്, അതായത് നമ്മളതിൻ്റെ പുറത്തായിട്ട് ഒരു വി ഷേപ്പിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ബീഡ്സ് വർക്കാണ് വരുന്നത്. അപ്പോൾ ഫുള്ള് ബീഡ് വർക്കിൻ്റെ ഒരു ഡിസൈനാണിത്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ബീഡ്സ് 2 ബീഡ്സ് കാണിച്ചില്ലേ, ആ 2 ബീഡ്സ് മാത്രം മതി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പം ഞാൻ എന്താ മെറ്റീരിയലിലേക്ക് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. യെല്ലോ പെൻസിൽ യൂസ് ചെയ്തിട്ട്, അപ്സരയുടെ യെല്ലോ പെൻസിലാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ അതിനകത്താണ് നമ്മുടെ ഒരു വർക്കൊക്കെ നമുക്ക് വരുന്നത്. ഇനിയിപ്പം നമുക്ക് എല്ലാം ഞാൻ വരച്ച് കൊടുത്തിട്ട് നമുക്ക് അതിനകത്ത് നമ്മുടെ വൈറ്റ് കളറിലെ പേഡ് വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കഴിവതും ഒന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ഡാർക്കായിട്ട് വരച്ചത്. നിങ്ങൾ അത്രയും ഡാർക്കായിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മളൊന്ന് ലൈറ്റായിട്ട് ഒന്ന് ഷെയ്ഡിങ് പോലെ ഒന്ന് കൊടുത്താൽ മതി. കാരണം നമുക്കൊത്തിരി എന്താ പറയുക, കളർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് കഴിയുമ്പോഴും ആ കളർ ചിലപ്പോൾ അങ്ങനെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം പെൻസിൽ മാർക്കർ വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ പേൾസ് എല്ലാം ഫിക്സ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, അതിനകത്ത് നമ്മുടെ ഈ ഒരു ബീഡ്സ്, ഷുഗർ ബീഡ്സ് വളരെ തിക്കായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കണം. ഒട്ടും ഗ്യാപ്പൊന്നും വരുത്താത്ത വിധത്തിൽ വളരെ തിക്കായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. എത്രയും തിക്കാവുമോ അത്രയും നല്ലത്. അപ്പോൾ ഇത് ഫുള്ള് ബീഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബീഡ്സിൻ്റെ തിക്നെസ്സാണ് ഈ ഒരു ഡിസൈൻ തന്നെ ഭംഗി വരുത്തുന്നത്. അപ്പം നമുക്ക് ആ ഒരു വൈറ്റ് കളറിലെ പേള് പുറത്തിങ്ങനെ എന്താ പറയുക, ഇതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ പേള് മാത്രം ഇങ്ങനെ ബീഡ്സ് എല്ലാം ഇങ്ങനെ നല്ല തിക്കായിട്ട് വരുമ്പോൾ ആ വൈറ്റ് കളറിലെ പേൾ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഭംഗിയാണ് തോന്നിക്കുന്നത്. അതാണ് ഈ ഒരു ഡിസൈൻ്റെ ഹൈലൈറ്റ് തന്നെ എന്ന് പറയാം. അപ്പോൾ ഇതേപോലെ നമുക്ക് തിക്കായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത്രയും തിക്കായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വേണം നിങ്ങൾ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ആ ഒരു പാറ്റേൺ കണ്ട പോലെ ജസ്റ്റ് വി ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വി മാർക്കിൽ നമ്മൾ ജസ്റ്റ് ബീഡ് ഒന്ന് സ്പ്രെഡ് ചെയ്ത പോലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഇത്ര അകത്തി നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ അകത്ത് തിക്കായിട്ട് ചെയ്തു, പുറത്തേക്കുള്ള ആ ഒരു വി ഷേപ്പിൽ വരുമ്പോഴത്തേക്കിന് നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ വേണം നമ്മൾ ബീഡ്സ് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. കണ്ടോ? അപ്പം നമുക്കതൊരു പുറത്ത് അങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടെന്ന് കാണാനായിട്ട് പറ്റുകയും ചെയ്യും. എന്നിട്ട് ഇനി അകത്തൊരു വൈറ്റ് കളറിലെ പേള് ഫിക്സ് ചെയ്തു. പിന്നെ അകത്തൊരു 2-3 ബീഡ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 2-3 ബീഡൊന്ന് നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് അങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വർക്ക്. വളരെ സിമ്പിളായിട്ടുള്ള വർക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളങ്ങ് ചെയ്തു പോയാൽ മതി. അപ്പോൾ ഇനി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത വി മാർക്കിനോട് ചേർന്ന് തന്നെ അടുത്തത് വരച്ചു കൊടുക്കുക. ഫൈനൽ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയെന്നും കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്